ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നുഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഈ ഒരു ടിയാര ഹെയർ ബാൻഡ് മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് തലയിലൊക്കെ വെച്ചിട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് അതിനായിട്ട് ഈ ഒരു ഗിയർ വെയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3mm ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4mm ആയാലും മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു ഗിയർ വെയർ എടുത്തിട്ട് 2 മീറ്ററോളം നീളത്തിലെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു അളവിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഇതിലിങ്ങനെ മടക്കി കൊടുക്കാനായിട്ടാ. അപ്പോൾ ഇതാ 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ അറ്റം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതിനിട്ട് ഇതാ നമുക്ക് ഈ കിട്ടുന്ന ഒരു സെൻട്രലായിട്ടുള്ള ഭാഗം ജസ്റ്റ് ഇതാ. അപ്പോൾ ഈ ഒരു 2 സൈഡിലും കണ്ട അതായത് ഒരുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു സെൻട്രലുണ്ട് എത്തുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ കിട്ടാൻ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഗിയർ വയർ ഇതാ ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗിയർ വയർ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇത്ര നീളത്തിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും നീളത്തിലെടുക്കണം, 2 മീറ്റർ നീളത്തിലെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ചെറിയൊരു പീസ് ഗിയർ വയറിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ ഒരു വലിയൊരു ഗിയർ വയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഫ്രെയിമിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ഗിയർ വയർ നിങ്ങൾ എടുക്കുമ്പോൾ 2 മീറ്റർ എടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു പീസിലെടുത്ത് കാണിച്ചു തരാൻ പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചെറിയ പീസ് ഗിയർ വയർ 2 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു സൈഡിലേക്ക് കൂടി ഇതാ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഞാനിതാ പിരിച്ചൊക്കെ കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് കൂടി ഇതാ ഒരു 4-5 ബീഡ്സ് വെച്ചോളാം. നമുക്ക് വേണമെങ്കിൽ 5 ബീഡ്സ് ഇടാം, അല്ലെങ്കിൽ 6 ബീഡ്സ് സൈസുള്ള നമ്മളെങ്ങനെയാണോ ബീഡ്സിൻ്റെ സൈസ് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നമുക്കിതാ ഈ ഒരു അറ്റം ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമുക്കെന്താ ഇങ്ങനെ മടക്കി എടുക്കണം, പിരിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മറ്റേ ഗിയർ വയറും രണ്ടാമത്തെ ഗിയർ വയറും എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്തെടുക്കണം. ഇതാ കാണാൻ ഒരു ഫ്ലവർ ലുക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഇനി ആ രണ്ടാമത്തെ സൈഡിലെ ഗിയർ വയറും ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളർ ബീഡ്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടിടാം. എങ്ങനെ ചെയ്താലും ഈ ഒരു ഗിയർ വയറിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഹെയർ ബാൻഡ്. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ അതുപോലെ നമ്മൾ രണ്ടാമത്തെ ഗിയർ വയറിലോട്ട് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പിരിച്ചെടുക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതേ മെത്തേഡ് തന്നെ മുഴുവനായിട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്കി വന്ന അതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഗിയർ വയറിൽ ചെയ്ത് കാണിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കൈ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് അവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഇതാ ഞാനതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡിലായിട്ട് കാണുന്ന ഓരോരു ഗിയർ വയറിലൂടെയും ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഗിയർ വയറും കൂടിയിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിരിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് നമ്മൾ ചെയ്ത അതേപോലെ അതേ മെത്തേഡിൽ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ 4 ഫ്ലവർ ഇപ്പോൾ ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും 2 ഒരു ഗിയർ വയർ കൂടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പിരിച്ചെടുക്കാം. അപ്പോൾ 4 ഫ്ലവർ നമുക്ക് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതേ കാണിച്ച രീതിയിൽ തന്നെ മുഴുവനായിട്ട് ഈ 2 മീറ്റർ ഗിയർ വയർ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ബാക്കിയില്ല കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ ഉണ്ടായത് കൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതേപോലെ ഞാനിതാ ബാക്കിയും കുറച്ചും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗിയർ വയർ പിടിച്ചു. അപ്പോൾ അതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിത് 6 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. പക്ഷേ ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇത് ചെയ്തെടുത്താൽ. നമ്മൾ ആ ഒരു ഭംഗി കാരണം നമുക്ക് ചെയ്യാൻ തോന്നും കേട്ടോ. നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നും. അതാണ് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേട് ഉണ്ടെങ്കിലും എന്താ ചെയ്യുക, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റിസൾട്ട് നല്ല കിടുവാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഞാനിതാ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടിയാറായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെയർ ബെൽറ്റിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടും ഇട്ടു. അപ്പോൾ ഇതാ നമ്മൾ ആ ബീഡ്സ് ഇട്ടിട്ട് തിരിച്ചിട്ട് പിന്നെയും നമ്മളത് അതേപോലെ മറ്റേ ഭാഗത്തുള്ള ആ ഒരു ഗിയർ വയറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മാറി മാറി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മുഴുവനായിട്ടും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം വരുന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരുന്ന എവിടെയാണോ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് പിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ടിയാറാണെങ്കിൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഹോൾസ് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് 2 ഗിയർ വയറും കൂടി ഒന്ന് പിരിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതാ ഒരു ഹെയർ ബാൻഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ
അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ, ആ ഒരു ഷോട്ട് കട്ടായിപ്പോയി. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗിയർ വെയർ ആ ഒരു നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചിട്ട് ഗിയർ വെയർ നമുക്ക് വേറൊരു പീസ് ഗിയർ വെയർ ഒരു 1/2 മീറ്റർ ഗിയർ വെയർ നമ്മൾ എടുക്കാം കേട്ടോ. അങ്ങനെ വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു 1/2 മീറ്റർ ഗിയർ വെയർ ഇവിടെ ഒന്നിങ്ങനെ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ചുറ്റിക്കൂടെ 2-3-4 തവണ ചുറ്റിയിട്ട് ഓരോരു ഫ്ലവറിൻ്റെയും ഇടയിലൂടെ എന്ത് ചെയ്യണം, അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് പോവുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 1/2 മീറ്ററാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു 1/2 മീറ്റർ ഗിയർ വയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഗിയർ വയർ, എന്നിട്ട് അതൊന്ന് ഫുള്ളാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഗിയർ വയർ ഞാനിതാ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് നല്ല ഭംഗി തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് മിസ്സായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് മോളെ തലയിൽ നിന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.